അയ്യോ വീടിയേട്ടാ, അയ്യോ വേദനിക്കുന്നു. അതവിടെ വെക്കടി, ഞാൻ നിനക്ക് വേറെ തരാം. അമ്മ ഇത് കണ്ടോ? അമ്മണി നിനക്ക് സാമ്പാറുണ്ട്. പറയടി, നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ തന്ത ആരാണെന്ന്. ചേട്ടാ, എടി പറയാനാ പറഞ്ഞത്, നീ പറയില്ലല്ലേ? മോനെ, അമ്മ മാറിയുന്നേ. വേണ്ട മോനെ, അവളെ നിർബന്ധിക്കണ്ട, അവള് പറയില്ല. ഓ, അപ്പൊ എല്ലാരും കൂടെ ചേർന്ന് എന്നെ വെട്ടിയാക്കിയായിരുന്നല്ലേ? എന്താ മത്തായിയുടെ കടയിൽ നിന്ന് ഇന്നലെ കളക്ഷൻ വാങ്ങിയില്ലേ? മത്തായിയുടെ അമ്മ മരിച്ചുപോയി. അമ്മ മരിച്ചോ? അതും കളക്ഷനുമായിട്ട് എന്ത് ബന്ധം? മത്തായിയുടെ കട തുറന്നിട്ടില്ല. എന്നാ പിന്നെ വീട്ടിൽ പോയി വാങ്ങരുതായിരുന്നു. കട തുറക്കുമ്പോ തവണ മുടങ്ങിയും ചേർത്ത് വാങ്ങിച്ചോണം. ശരി. ആ, പിന്നൊരു കാര്യം, കണക്ക് നോക്കുകയാണെങ്കിൽ 100 രൂപയ്ക്ക് 10 രൂപയാണ് നമ്മുടെ ദിവസപ്പലിശ. ഈ തവണ മുടങ്ങിയതിനും കൂടി ചേർത്ത് വാങ്ങിച്ചോണം. എത്ര വരും? ഒരു 10-25 രൂപ വരുമായിരിക്കും. ആ, തന്നാ തരട്ടെ. നീ ഏതായാലും ചോദിച്ചു നോക്ക്. മുതലിനേക്കാൾ കൂടുതൽ പലിശ തന്നത് അയാൾ. ഓ, എന്തൊരു ഔദാര്യം. നിനക്ക് പിടിച്ചില്ലേ? എനിക്ക് പിടിക്കാത്തോണ്ടല്ലേ പറഞ്ഞത്. ചേട്ട കാപ്പി എടുത്തു വെച്ചിട്ടുണ്ട്, ഞാൻ ബാങ്കിലേക്ക് പോന്നു. പത്മം, നീ നിന്റെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ ഇങ്ങ് തന്നേക്ക്. നല്ല പലിശ തരാം. നിനക്ക് അവിടെ എന്ത് കിട്ടും? 3 4? അതവിടെ കിടന്നോട്ടെ. എനിക്ക് ചേട്ടന് പലിശയും വേണ്ട, ചേട്ടൻ അതോട് സമ്പാദിക്കുകയും വേണ്ട. ഇവളെങ്ങനെയാടാ എന്റെ അനിയത്തിയായി പറഞ്ഞത്? ശരിയാ, ഒരു ചേർച്ചയില്ല. നീ എവിടെ പോയിരുന്നു? അമ്പലത്തിൽ. എന്തിന്? ചെയ്ത പാവം കഴിക്കളയാനോ? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഈ പണിക്ക് പുറത്തിറങ്ങരുത്? അമ്മേ, ഞാൻ എത്ര പ്രാവശ്യം അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഇവളെ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിടരുന്നു. ഇനി നാട്ടിൽ കൂടെ എന്റെ മാനം കിടന്നായിരിക്കും അല്ലേ? മോനെ, ഞാൻ പറഞ്ഞിട്ടാ അമ്മണി കുട്ടനെയും കുട്ടി അമ്പലത്തിൽ പോയത്. ഇന്ന് അവന്റെ പിറന്നാളാ. അവൾ ഒരിക്കലും ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാറില്ല. ആണ്ടിൽ ഒരു ദിവസം കുഞ്ഞിന്റെ പിറന്നാളിനെങ്കിലും അവൾക്ക് അമ്പലത്തിൽ പോയിക്കൂടെ? ശ്രീധരേട്ടാ, ശ്രീധരേട്ടൻ അമ്മണിയോടുള്ള ദേഷ്യം ഇനി മാറിയിട്ടില്ലേ? ശ്രീധരേട്ടൻ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ഒരിക്കലും പൊറുക്കാനാവാത്തോണുള്ള എന്ത് തെറ്റാ അമ്മണി ചെയ്തത്? അമ്മണിക്കുള്ള ഏക ആശ്വാസം അമ്മയും ശ്രീധരേട്ടനുമാ. ശ്രീധരേട്ടൻ ഇങ്ങനെ ആയാൽ ആ പാവം പെണ്ണ് എന്ത് ചെയ്യും? നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇന്നലെ അമ്മായിയുടെ കത്തുണ്ടായിരുന്നു. അവരുടെ മകൻ ഗൾഫിൽ നിന്ന് അടുത്ത മാസം ലീവ് വരുന്നുണ്ടത്രേ. ഈയിടെയായി ശിവൻ ചേട്ടനെ നിർബന്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഞാൻ എന്താ ചെയ്യേണ്ടത്? സമ്മതിക്കുന്നതായിരിക്കും നല്ലത്. വർഷങ്ങളായി ശ്രീധരേട്ടനെ സ്നേഹിച്ചത് ഈ ഉത്തരം കേൾക്കാൻ വേണ്ടിയല്ലല്ലോ. അതിനിടയ്ക്ക് വേറെ എന്തെല്ലാം സംഭവിച്ചു? എന്തൊക്കെ സംഭവിച്ചാലും ശ്രീധരേട്ടൻ എന്നെ മറക്കാൻ പറ്റുമോ? ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. അറിഞ്ഞുകൊണ്ടൊരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കുന്നതിന് കാരണം എന്താണെന്ന് എനിക്കറിയാം.
മുതലാളിയാണെന്ന് തോന്നുന്നു. ഉം. നിന്നോട് എന്തിനാ ഇനിയും പ്രതികാരം വെച്ചോണ്ടിരിക്കുന്നത്? അയാൾ ശിക്ഷ അനുഭവിച്ചോണ്ടിരിക്കുകയല്ലേ? പത്മം, ആരായാലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ലോഡ് കയറ്റി കയറ്റിക്കൊണ്ടിരിക്കേ. മംഗലാപുരത്തേക്കുള്ള ലോഡ് പോയോ? ഓ സാർ. ഞാൻ പറഞ്ഞു. സാർ, എന്താ എന്താ പ്രശ്നം? കഴിഞ്ഞ മാസത്തെ 2 ലോഡിന്റെ കാശ് ബാക്കി കൊടുക്കാനുണ്ട്. മാനേജർ ഉടനെ വേണമെന്ന് നിർബന്ധിക്കും. അല്പം ഞെരുക്കത്തിലാണ്. കുറച്ചുകൂടി സാവകാശം കിട്ടിയിരുന്നെങ്കിൽ അത് അടുത്ത മാസം എല്ലാം കൂടി ഒരുമിച്ച് വന്നേക്കാം. ആ വിൽസൺ സാർ, ശിവൻ അല്പം ടൈറ്റിലാണ്. എല്ലാം കൂടെ ഒരുമിച്ച് അടുത്ത മാസം തരും. മാത്രമല്ല ശിവൻ നമ്മുടെ പഴയ പാർട്ടിയുമല്ലേ. എന്താ പോരെ? വളരെ ഉപകാരമായി. ഞാൻ പറഞ്ഞു. അല്ല, തന്നെ ഇന്നലെ കണ്ടില്ലല്ലോ. ശരീരത്തിന് നല്ല സുഖയില്ലായിരുന്നു സാർ. എന്ത് പറ്റി? പനിയായിരുന്നു സാർ. മരുന്നൊക്കെ കഴിക്കുന്നുണ്ടല്ലോ. ശരീരമൊക്കെ ശരിക്കും സൂക്ഷിച്ചോണം. ഇന്ന് കൂടുതൽ പണിയൊന്നും എടുക്കണ്ട. ശരി. ആ ചെല്ല്. ആ വിൽസൺ സാർ, ആ വാ. Hello, Sridhar. Who is that girl? A nice choice. You are a lucky man. എന്താടോ അയാൾ ഇംഗ്ലീഷിൽ പറഞ്ഞേ? എനിക്കറിഞ്ഞൂടെ. പിന്നെ ലക്കി എന്നൊക്കെ പറയുന്നത് കേട്ടത്. ഇനി വല്ല ലോട്ടറിയുടെ കാര്യമായിരിക്കും പറഞ്ഞത്. ആവശ്യമില്ലാത്ത ഈ വിനയം കാണുമ്പോൾ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. അയ്യോ അമ്മേ. എന്താ കുഞ്ഞിനി? എന്ത് പറ്റി? എന്നാ വേഗം സ്ഥലം വിട്ടോ. എന്റെ അമ്മോ. Stupid. കണ്ണു കണ്ടൂടെ? ദേ, ദേ, ഒന്ന് നിന്നേ. എവിടെ വീട്? കുഴിപ്പാറ. കുഴിപ്പാറ. ആ, അവിടെ ഗ്രാസ് കോട്ടിലെ കുമാരൻ അറിയോ? കേട്ടിട്ടുണ്ട്. ആ. ഞാൻ പോട്ടെ. അല്ല, കുഴിപ്പാറ ഏത് വീട്ടിലെയാ? മണിമംഗലത്തെന്ന് പറയും. ആ, ആ, പിന്നെ ടൈൽ ഫാക്ടറിയിലെ ശ്രീധരന്റെ അനിയനാണോ? ആ